ഒരുപാട് റിസർച്ചുകൾക്കും കാര്യങ്ങൾക്കും ശേഷം പുസ്തകം ഒരു സിനിമയാകാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ആദ്യ സ്റ്റെപ്പാണ് ഇന്ന് നടന്നത്. അപ്പം ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ കുട്ടിക്കാലത്തോട് സൈനിക് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന സ്റ്റോറിയാണ് കൈരളിയും. കാരണം കൈരളിയും സൈനിക് സ്കൂളിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന രണ്ട് സ്റ്റുഡൻസ് കേഡറ്റുമാര് ഓഫീസേഴ്സ് സൈനിക് സ്കൂളിൽ നിന്നുണ്ടായിരുന്നു. കൈരളിയുടെ ക്യാപ്റ്റന്റെ 3 മക്കൾ സൈനിക് സ്കൂളിൽ പഠിച്ചാൽ അങ്ങനെ ബന്ധങ്ങളുണ്ടായിരുന്നു. ഒരു 10 വർഷം മുമ്പ് ഞാനത് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ അടിമുഖത്തുള്ള രാജേഷ് കൊണ്ടിട്ട് നമ്മൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. പലരെയും പോയി കണ്ട് അങ്ങനെ നമ്മൾ ചെയ്ത് ആദ്യം നമ്മളൊരു സിനിമയുടെ മൂവ്മെന്റ് നടത്തിയിട്ട് അത് അനൗൺസ്മെന്റ് ആയെങ്കിലും അത് പിന്നീട് മുന്നോട്ട് പോയില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാനത് വിട്ടില്ല. കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് മാരിടൈം മൈൽ സ്റ്റോൺ ആണ്. കാരണം സ്വാതന്ത്ര്യ ഇന്ത്യയിൽ പ്രോബ്ലി വൺ ഓഫ് ദി ഫസ്റ്റ് സ്റ്റേറ്റ്സ് ഇൻ ദ കൺട്രി ഒരു സ്വന്തമായിട്ട് കപ്പൽ മേടിക്കാൻ തീരുമാനിക്കുന്നത് കേരളമാണ്. അതെ ആ ഒരു കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കഥയും പിന്നെ തോമസ് കുട്ടി സാറോട് പിന്നീട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ക്യാപ്റ്റൻ ഹിംസെൽഫ് ഈസ് എ ഫാസിനേറ്റിംഗ് ക്യാരക്ടർ. കാരണം ക്യാപ്റ്റൻ മരിയസ് നേവൽ മ്യൂട്ടിനിലുണ്ടായിരുന്നു 56 നേവൽ ഇതിൽ കുറച്ചുകൂടി നമുക്ക് കോൺഫിഡൻസ് ആയി ഇത് കുറച്ചുകൂടി ഒതന്റിക് ആവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഗുണം ചിലപ്പോൾ ജൂഡിന് ഇതിനെ കുറിച്ച് വളരെ വർഷങ്ങളായിട്ട് ഫാസിനേഷൻ ഉള്ള ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പൊ ജൂഡ് ഞങ്ങൾ തമ്മിൽ കട്ടതിന് ശേഷം അത് കൂടുതൽ ബോണ്ട് സ്ട്രോങ് ആയി. അപ്പൊ ജൂഡിനെ കുറിച്ച് ഡയറക്ടർ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഒതന്റിക്കായിട്ട് ചെയ്തെടുക്കുന്ന കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ തിരക്കഥയിലോട്ട് ഇറങ്ങുകയും ഇപ്പൊ നമ്മുടെ തിരക്കഥയുടെ റിവിഷൻ കടന്നുകൊണ്ടിരിക്കണം. പ്രൊജക്ട് വളരെ സ്പീഡായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.